സോ നത്തിങ്ങിൻ്റെ 3A ആൻഡ് 3 Pro ഇത് രണ്ടും അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസമല്ല, അടുത്ത മാസം മേ ബി ഇത് ലോഞ്ച് ആവുന്നുണ്ട്. സോ ഇവർ 2Aയിൽ നിന്നൊരു അപ്ഡേറ്റ്, അതായത് 3A ആൻഡ് 3A Pro, ഇത് 2Aയിൽ നിന്നൊരു അപ്ഡേറ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റൊക്കെ തന്നെയാണ്. പക്ഷേ ചില പ്രശ്നങ്ങൾ ഉണ്ട് അതായത് ആ ഒരു ബഡ്ജറ്റിൽ വരുന്ന വേറെ ഫോണുകളുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് 3A ആൻഡ് 3A Pro ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ നല്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ഒരു അപ്ഡേറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് പഴയ 2Aയിൽ നിന്നൊരു അപ്ഡേറ്റ് അവർ നടത്തിയിട്ടുണ്ട്. അതായത് പ്രൊസസ്സറായാലും ക്യാമറ ആയാലും അതുപോലെ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഒരു അപ്ഡേറ്റാണ് വന്നേക്കുന്നത്. ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്കും, അതായത് 3Aയുടെ ഡിസൈൻ കുഴപ്പമില്ല, പഴയ 2Aന് തന്നെ കുറച്ചും കൂടെ ഒന്ന് റിഫൈൻഡ് ആക്കി എടുത്തേക്കുന്നൊരു ഡിസൈനാണ്. പക്ഷേ 3A Proൻ്റെ ഡിസൈൻ ഇവർ ഭയങ്കര ലേസി ആയിട്ട് ചെയ്ത പോലെയാണ് ഇരിക്കുന്നത്. അതായത് അതിൻ്റെ ബാഗൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് എന്തോ ഭയങ്കരമായിട്ട് ഓവർ ഡൺ ചെയ്ത പോലെയാണ്. ഡിസൈൻ ചെയ്ത് ഭയങ്കര തലമ്പാക്കിയ പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ ഇരിക്കുന്നത്. ബാക്കിൽ ക്യാമറ ആ ഒരു മൊഡ്യൂൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതല്ലാതെ വേറെ പിന്നെ ഒരു യൂസ്ലെസ് ആയിട്ട് എന്തിനാണ് ഒരു ക്യാമറ ബട്ടൺ വെച്ചതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആപ്പിൾ ക്യാമറ ബട്ടൺ വെക്കുന്നു, ഞങ്ങൾ ക്യാമറ ബട്ടൺ വെക്കുന്നു, ആ ഒരു ലോജിക്കൽ ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതല്ലാതെ പിന്നെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോഴത്തേക്കും പഴയ പോലെ തന്നെ AMOLED തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇവർ ഡിസ്പ്ലേയിൽ കാണിച്ചേക്കുന്ന ഒരു മണ്ടത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ഗൊറില്ല ഗ്ലാസ് മാറ്റിയിട്ട് ഇവരിപ്പോൾ പാണ്ട ഗ്ലാസ് അങ്ങനെ എന്തോ ഒരു സംഭവമാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ അത് എത്രത്തോളം നല്ലതാണ് എന്ന്, ഗൊറില്ല ഗ്ലാസ് ഒരു ഇൻഡസ്ട്രിയൽ സ്റ്റാൻഡേർഡാണ്, പുതിയതായിട്ട് കൊണ്ടുവന്നേക്കുന്ന സംഭവം എത്രമാത്രം നല്ലതാണ് എന്ന് എനിക്കറിയാൻ പാടില്ല. പിന്നെ ക്യാമറയിലേക്ക് വരുമ്പോഴത്തേക്കും അപ്ഗ്രേഡാണ്, അതങ്ങനെ തന്നെ പറയാം. കാരണം ഇവർ ഒരു ഒപ്റ്റിക്കൽ 2x കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് 3A Proയിൽ പെരിസ്കോപ്പ് ലെൻസാണ് വെച്ചേക്കുന്നത്. അത് 3x വരെ ഒപ്റ്റിക്കൽ സൂം വരും, പിന്നെ 6x ഡിജിറ്റൽ, പിന്നെ എന്തോ ഹൈബ്രിഡ് സൂം എന്ന് പറഞ്ഞിട്ട് അത് ഡിജിറ്റലായിട്ട് സൂം ചെയ്ത് പ്രോസസ് ചെയ്യുന്ന പരിപാടിയാണ്. നോർമലായിട്ട് എല്ലാത്തിലും കാണുന്ന പോലെ തന്നെ, പക്ഷേ അതൊരു അപ്ഗ്രേഡാണ്. പിന്നെ അനാവശ്യമായിട്ട് മാക്രോ ലെൻസ് ഒന്നും വെച്ചിട്ടില്ല, അത് വളരെ നല്ല കാര്യമാണ്. പക്ഷേ ഇതെന്തൊക്കെ വെച്ചെന്ന് പറഞ്ഞാലും നത്തിങ്ങിൻ്റെ ക്യാമറ, അതായത് ഇമേജ് പ്രോസസ്സിങ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര ശോകമാണ്. പച്ചക്ക് പറഞ്ഞാൽ ഭയങ്കര ശോകമാണ്. കാരണം ഒരേ സിറ്റുവേഷനിൽ തന്നെ നമ്മൾ 2 ഇമേജസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരേ സ്ഥലത്ത് തന്നെ ഒരേ സബ്ജക്റ്റിനെ തന്നെ നമ്മൾ 2 ഇമേജസ് അടുത്തടുത്തായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ ഈ രണ്ടും വേറെ പോലെ ഇരിക്കും. അതായത് രണ്ടിൻ്റെയും ലുക്കും കളറും ഒക്കെ മാറിയൊക്കെ ഇരിക്കേണ്ടത്. കാരണം അത്രക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ക്യാമറ സെറ്റപ്പാണ് നത്തിങ്ങിൻ്റെ അകത്ത് വരുന്നത്. അത് മാറ്റാതെ അവർ ഹാർഡ്വെയർ മാറ്റി എന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. എന്നാലും അതവർ പയ്യൊക്കെ അത് ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പെർഫോമൻസിൻ്റെ കാര്യം, അതായത് പ്രൊസസ്സർ സ്നാപ്ഡ്രാഗണിലേക്ക് മാറിയത് തന്നെ വലിയൊരു അപ്ഗ്രേഡാണ്. അത് 7S Gen 3, അത് ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്ന ഏറ്റവും നല്ലതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അതിൽ നല്ല ചിപ്പുകൾ ആ ഒരു ബഡ്ജറ്റിൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഒരു നോർമൽ യൂസർ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇവരുടെ നത്തിങ്ങിൻ്റെ ഡിവൈസ് എല്ലാം അവരൊരു ഗെയിമിംഗ് സെൻട്രിക്കോ അല്ലെങ്കിൽ പെർഫോമൻസ് സെൻട്രിക്കോ ആയിട്ട് അവർ റിലീസ് ചെയ്യുന്നതല്ല, ഒരു നോർമൽ യൂസറിന് വേണ്ടി റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ നോർമൽ യൂസറിന് വേണ്ടി 7S Gen 3 മോർ ദാൻ ഇനഫ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഇവർ ഇപ്പോൾ യൂസ് ചെയ്തേക്കുന്ന സ്റ്റോറേജ് ടെക്നോളജി ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. UFS 2.2 തന്നെയാണ് അവർ ഉപയോഗിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ അത് ശോകമാണ്. അവർ കുറഞ്ഞത് 3.1 യൂസ് ചെയ്യണം. കാരണം വേറെ ഡിവൈസൊക്കെ ഈ ബഡ്ജറ്റിൽ ഇനി ഇറങ്ങാൻ പോകുന്ന ഡിവൈസ് എല്ലാം ഈ UFS 3.1 ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം 2.2 പഴയതായിരിക്കുന്നു. പിന്നെ ഇവരിത് ലോഞ്ച് ചെയ്യാൻ പോകുന്ന പ്രൈസാണ്, ഇതിപ്പോൾ മേ ബി 3A എന്ന് പറയുന്നത് ഒരു 28-27 ആ ഒരു ബഡ്ജറ്റിലായിരിക്കും വരുന്നത്. പിന്നെ 3A Pro മേ ബി 30-32 ആ ഒരു ബഡ്ജറ്റിലും ആയിരിക്കും. അപ്പോൾ ആ ഒരു ബഡ്ജറ്റിൽ എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല, ഒരു ഓഫറൊക്കെ വരുന്ന സമയത്ത് ഒരു മേ ബി 25-24 കിട്ടും. അപ്പോൾ ആ ടൈമിന് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക, ഒരു നോർമൽ ഡേ ടു ഡേ യൂസിന് ഫ്ലോലെസ് ആയിട്ടുള്ളൊരു ഡിവൈസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3A ആൻഡ് 3A Pro നല്ലതായിരിക്കും.